പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോകാം. ഇടുക്കിയിലെ ഭീതി പരത്തിയ കടുവയെ ഉടൻ മയക്കുപിടി വയ്ക്കാൻ നീക്കം. വണ്ടിപ്പെരിയാറിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവ ലയത്തിന് സമീപമെന്നാണ് വിവരം. വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സന്ദീപ്, ഗുഡ് മോർണിംഗ് സന്ദീപ്. ഇപ്പോൾ മഞ്ഞൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ കടുവയെ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കടുവയെ കൃത്യമായി കണ്ടെത്തുകയും നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് ഇത് ജനവാസ മേഖലയുടെ എസ്റ്റേറ്റ് ലൈൻസിനോട് ചേർന്നാണ് കടുവയെ ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്തേക്ക് തേയിലക്കാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഇറങ്ങിപ്പോവുകയും ഈ മയക്കുവെടി വെക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ത് എന്ന് നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായിരുന്നാലും ദൗത്യം ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ്, വലിയ ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഇപ്പോൾ ഈ രാവിലെ തന്നെ വളരെ വേഗത്തിൽ എത്തുകയും ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ ടീം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ കണ്ടെത്തിയ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ ടീം ഇവിടേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നാലും ഡോക്ടർ അനുരാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ ഈ കടുവയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഡ്രോൺ വെച്ചുള്ള നിരീക്ഷണത്തിൽ കടുവ അവിടെ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഒരു നടപടികൾ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഒരു നിരീക്ഷണങ്ങളും ഒരുക്കങ്ങളുമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ കടുവ ഇറങ്ങുകയും ഒരു പശുവിനെയും ഒപ്പം തന്നെ പട്ടിയെയും ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. പശുവിനെയും പട്ടിയെയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ആളുകൾ ബഹളം വെക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ഈ കാലിൻ്റെ പരിക്കായിരിക്കാം ഇവിടെ നിന്നും ഇന്നലെ രാത്രിയിൽ മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങാത്തതിന് കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഒരു നിഗമനം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ എപ്പോഴായിരുന്നു നടന്നത്? ഇത് രാവിലെ 3:30-ക്കായിരുന്നു സംഭവം. അവിടുത്തെ ആ 2 വീട്ടുകാരുടെ അവിടെയാണ് ഒരു പശുവിനെയും ഒരു പട്ടിയും പിടിച്ചേക്കുന്നത്. ഇത് ഇന്നലെ മറ്റേ 15-ാം വാർഡ് ഗ്രാമ്പി ഇരുന്ന ആ കടുവ തന്നെയാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പും ഇവിടെ ഒരു പശുവിനെ ആക്രമിച്ചിട്ടുണ്ട്. അത് ഈ കടുവ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രാവിലെ തൊട്ട് ഫോറസ്റ്റുകാർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് തന്നെ കടുവയെ പിടിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അത്തരത്തിലാണ് ഡോക്ടർ അരുൺകുമാർ ഈ ഒരു ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യം എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനു മുമ്പും ഈ മേഖലയിൽ കടുവ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കടുവയെ പിടികൂടുന്നതോടുകൂടി ആ കടുവ ഭീതി ഒഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ അടക്കമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ദൗത്യം പരമാവധി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഒരു ഭാഗത്ത് ലയൺസ് ആണ് ഉള്ളത്. അതിൻ്റെ മറുഭാഗത്ത് ഇപ്പോൾ തേയിലക്കാടാണ്. ആ തേയിലക്കാടിൻ്റെ സമീപത്ത് ഈ ലൈൻസിനോടും തേയിലക്കാടിനോടും ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ കടുവ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതു തരത്തിൽ ഡാറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഒന്ന്, കൃത്യമായി പൊസിഷൻ ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. കടുവയൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും മണികണ്ഠൻ എന്നൊരു പ്രേക്ഷകൻ പറയുന്നത് പോലെ കണ്ണിന് കുളിർമയേകുന്ന വിഷ്വൽസ് ആണ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല മഞ്ഞൊക്കെ ഉണ്ട്, ചെറിയ ടെൻഷനൊക്കെ നാട്ടുകാർക്കുണ്ടെങ്കിലും രാവിലെ ഇവിടെ നിന്ന് നമുക്കത് കാണുമ്പോൾ ഒരു നല്ല ഒരു സുഖമുള്ള കാഴ്ചയാണ്. ഇതിനിടയിൽ എന്തോ ആളുകൾ ഇങ്ങനെ പരതുന്നുണ്ട്. കണ്ടോ? തൊട്ടടുത്താണോ ഉള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത്? ഡോക്ടർ അരുൺകുമാർ, ഇവിടെ നിന്ന് പരമാവധി പോയാൽ ഒരു 100 മീറ്റർ അത്രയും അകലത്താണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് അവിടെ ഒരു ഹെലികാം നിൽക്കുന്നത് നമുക്ക് കാണാം. ആ ഹെലികാമിൻ്റെ താഴ്വശത്തായിട്ട് ആണ് ഈ കടുവ ഇപ്പോൾ ഉള്ളത്. ആ കടുവ എവിടേക്കെങ്കിലും മാറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികാം അവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. ആ ഡ്രോൺ നിരീക്ഷണം രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ആ ഡ്രോൺ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. അതായത് കടുവ അവിടെ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ മൂവ്മെന്റ് ഉണ്ടായാൽ ആ ഡ്രോൺ കൂടി മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുവ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഉള്ളൊരു വിഷയം ഇതാണ്, ഈ ഒരു തേയിലക്കാട് ആയതുകൊണ്ട് തന്നെ ഈ തേയിലക്കാടിന് അടിവശത്ത് കിടക്കുകയാണ് എങ്കിൽ കൃത്യമായി ഒരു പൊസിഷൻ കിട്ടാൻ പാടായിരിക്കും. കാരണം ഈ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന അകലത്തിലാണ് തേയിലച്ചെടികൾ നിൽക്കുക. അതിനിടയിലാണ് കിടക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നത് എങ്കിൽ
കൃത്യമായിട്ടുള്ള പൊസിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ പൊസിഷൻ കിട്ടിയാൽ മാത്രമേ ഈ ഡാർട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യം ഇന്നലെ തന്നെ വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അനുരാജ് വ്യക്തമാക്കിയിരുന്നു. അല്ല എങ്കിൽ അത് മറ്റ് പ്രതിസന്ധികൾക്ക് കാരണമാകും. ഒപ്പം തന്നെ ഈ ഡാർട്ടിങ്ങിന് ഇറങ്ങുമ്പോൾ ഈ കടുവയായതുകൊണ്ട് വളരെ വേഗത്തിൽ ചിലപ്പോൾ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ദൃശ്യങ്ങൾ പകർത്തുക, ദൃശ്യങ്ങൾ പകർത്തുന്ന കൂട്ടത്തിൽ കുറച്ച് കണ്ണിന് കുളിർമയേവുന്ന ദൃശ്യങ്ങൾ കൂടി ഒന്ന് പകർത്തിയാട്ടെ സന്ദീപ്.